ഫിഗർ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ ഒന്ന് സെർച്ച് ചെയ്ത്. പോലീസ് തന്നെയാണോ ആദ്യം കണ്ടത്? അതിൽ നമ്മൾ ആദ്യമായിട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് വന്നിട്ടാണ് ആ കോഴി ഫാമിൻ്റെ അവിടെ എത്തിയത്, പന്നി ഫാമിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെ ഇതേപോലെ ഷേപ്പുള്ള ഒരാൾ നടന്നു പോകുന്നതായിട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അന്വേഷിച്ച് കോഴി ഫാമിൻ്റെ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇവർ പോകുന്ന സമയത്ത് ഓടിപ്പോയപ്പോൾ ഇത് പുറകെ പോയപ്പോൾ ഈ നാട്ടുകാരൊക്കെ അങ്ങ് ഓടി വന്നതാണ്. അപ്പോൾ അത് അയാളാണെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോലീസുകാർ നമ്മളെ വിളിച്ചത് പെട്ടെന്ന് ഉള്ള മെനുവായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ മേഖലയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരുന്നു പ്രതീക്ഷയാണ് മാഡം. നമ്മുടെ പോലീസ് CD പാർട്ടിയിലെ പോലീസുകാർ പറഞ്ഞതാ ഇയാൾ തന്നെയാണ് ഓടിച്ചുകൊണ്ട് ഈ കുട്ടികൾ കളിക്കുന്ന ഇടത്തേക്കാണ് എത്തിയത്. അതാ കുട്ടികളോട് തന്നെ ചോദിക്കണം. ഞാനിത് എനിക്കൊന്നും അറിയില്ല. ഞാൻ അവരുടെ പോലീസുകാർ ഇങ്ങോട്ട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുള്ള മെന്നിനെടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. അത്ര എനിക്കറിയുള്ളൂ. ഇങ്ങനെ ഒരു കണ്ടു. അതെ അതെ അതെ, രാത്രി ഫുൾ തരയും മാഡം. നിങ്ങളൊന്ന് എന്നെ പിടി. അരുൺകുമാർ, ആലത്തൂർ DYSP N മുരളീധരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്താ സംഭവിച്ചു? ഒന്നും നിങ്ങൾ ജില്ല ഇല്ല, ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അയാളെ പോലെയുള്ള ഒരാൾ പോലീസ് വരുമ്പോൾ ഓടിപ്പോയിരുന്നു. അപ്പോൾ അയാളെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴേക്കും നാട്ടുകാരും കൂടെ വന്നു. അപ്പോൾ അത് അയാളാണോ ഇല്ലയോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം രൂപം കണ്ടപ്പോൾ അയാളെ പോലെ ഉണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട്, അതിനാണ് തെരച്ചിൽ ആരംഭിച്ചത്. തുടരുകയാണ്. ഞാൻ അരുൺകുമാർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യമായി CCTV ദൃശ്യങ്ങളിൽ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് നിരീക്ഷിച്ചുകൊണ്ട് അയാളെ പിന്തുടർന്ന് വന്ന സമയത്ത് പോലീസിനെ കണ്ടതോടെ ഓടി മറയുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. പിന്നാലെ ഓടിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ചെന്താമര വന്ന് ചാടുന്നത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ്. നേരത്തെ ആ വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചു. കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചെന്താമര വന്ന് വീഴുന്നത്. കുട്ടികളെ കണ്ടതോടുകൂടി ഈ മേഖലയിലേക്ക്, നെല്ലിയാമ്പതി വനമേഖലയാണ് റോഡ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള വശം, അങ്ങോട്ടേക്ക് ഓടി മറയാനുള്ള ശ്രമം അയാൾ നടത്തുന്നുണ്ട്. പക്ഷേ കുട്ടികൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ സന്ദർഭോചിതമായി ഇവിടെയുള്ള നാട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. ഇവിടെയുണ്ടായിരുന്ന വടികളൊക്കെ തന്നെ ആയുധമാക്കിക്കൊണ്ട് അയാളെ കീഴ്പ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് കുട്ടികൾ തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ കുട്ടികൾ അയാളുടെ പിന്നാലെ ഓടിയെങ്കിലും 58കാരൻ ഉൾവനത്തിലേക്ക് ഓടി മറഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം വലിയ ഉൾവനമല്ല അരുൺകുമാർ, നമ്മളത് കാണേണ്ടതുണ്ട്. കുറ്റിക്കാടുകളാണ്, ചെറിയ മുളങ്കാടുകളാണ്, മുൾച്ചെടികളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും അയാൾ ഒളിഞ്ഞിരിക്കാം എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്, നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. അവർ ആവശ്യപ്പെടുന്നവർക്ക് എന്തെങ്കിലും ടോർച്ച് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ തിരച്ചിലിൽ ഊർജിതമായി ഇറങ്ങാമെന്നുള്ളതാണ്. എന്തായാലും തിരച്ചിലിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്രയധികം മണിക്കൂറുകൾ പിന്നിട്ട് ആദ്യമായിരിക്കും ചെന്താമര ഈ വിധത്തിൽ നാട്ടുകാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് തന്നെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് മേൽ അത്രയധികം സമ്മർദ്ദമുള്ള ഒരു കേസായി, ഒരു തിരച്ചിലായി ഇത് മാറുന്ന ഘട്ടത്തിൽ ഈ തിരച്ചിലിൻ്റെ പ്രാധാന്യം ആ നിലയിൽ തന്നെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. DYSPയുടെ നേതൃത്വത്തിലാണ് ഈ രാത്രിയിലും ഇവിടെ ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നാട്ടുകാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് റോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നാട്ടുകാർ വളഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും അയാളെ മറ്റിടങ്ങളിലേക്ക് കടത്തിവിടാൻ പറ്റാത്ത വിധത്തിലുള്ള പഴുതടച്ച തെരച്ചിൽ ഈ ഒരു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നാട്ടുകാരുടെ സംഘമുണ്ട്, പോലീസുണ്ട്, ഒപ്പം ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അവർ സമ്പൂർണമായൊരു തിരച്ചിലിലാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്ത് കോഴി ഫാമിന്റെ അടുത്ത് വരെ ഈ ചെന്താമരയെ പോലെ ഒരാളെ കണ്ടുവെന്ന് പോലീസിന്റെ അറിയിപ്പിനെ തുടർന്നാണ് കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നതും ഒപ്പം തന്നെ നാട്ടുകാരും അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും അടക്കമുള്ളവർ അവിടേക്ക് ഓടിയെത്തുന്നത്.